യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എനിക്ക് ഫേസ്ബുക്കിൽ എൻ്റെ മെസ്സഞ്ചറിൽ ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി. എന്താണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്നാ കരുതി അത്തരത്തിലൊരു വീഡിയോ ചെയ്യാവുന്ന റിക്വസ്റ്റ് ഒക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് അത്തരത്തിലൊരു വീഡിയോ ആണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ലേ. മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ പല വീഡിയോകളിലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷേ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ശ്രദ്ധാപൂർണത അല്ലേ. ശ്രദ്ധാപൂർവം ഒരു കാര്യം ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ കാര്യത്തിലോട്ട് നമുക്ക് എത്രത്തോളം ഫോക്കസ്, നമ്മുടെ ശ്രദ്ധ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇതാണ് ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എന്നോട് ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഓരോരുത്തർ ചോദിക്കുകയുണ്ടായി, ഒരു ജോലി 100% പെർഫെക്റ്റോടുകൂടി 100% ഡെഡിക്കേഷനോട് കൂടി ഒരു വ്യക്തി ചെയ്യുകയാണ്. ആ ചെയ്യുന്നത് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ പെടുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ജോലി 100% ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു മെഡിറ്റേഷന് തുല്യം തന്നെയാണ്. പക്ഷേ മെഡിറ്റേഷന്റെ കാര്യത്തിൽ വരുമ്പോൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും നമ്മുടെ ഒരു ജോലിയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ടെൻഷൻ ഫ്രീ ആണ്. നമ്മുടെ സ്ട്രെസ്സിനെയും ടെൻഷനെയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ മെഡിറ്റേഷനിലേക്ക് വരുന്നത്. ഇനിയിപ്പം മോഡേൺ സയൻസിലൊക്കെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് ശരിക്കും ഇത്തരത്തിലൊരു മെഡിറ്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു യാത്ര പോയിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു യാത്ര പോയിട്ട് മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകളിലേക്ക് പോയിട്ട് വരുന്നത് നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ ഫ്രീ ആണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ പല രീതിയിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു കാരണവശാലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും അത് അനുസരണയില്ലാത്ത ഒരു കൊച്ചു കുട്ടിയെ പോലെ വികൃതി കാണിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ മനസ്സിനെ നിർബന്ധിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ടെൻഷനിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യുക, നിരീക്ഷിക്കുക. അപ്പം ഈ നിരീക്ഷണ ബുദ്ധി നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സിലാകും, എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് പുറകെ ഒരാളുണ്ട്. ആ വ്യക്തി ഞാൻ ഭയക്കണം, അല്ലെങ്കിൽ എന്നെ നിരീക്ഷിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സ് ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകുന്നത് നിർത്തിയിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഒരേ അവസ്ഥയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശ്വാസത്തിൽ നിരീക്ഷിച്ച് എത്ര നേരം നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നുവോ അത്രയും നേരം ഇരിക്കുമ്പോൾ അത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനായി. ആധുനികമായിട്ട് പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, സഹജമായ ശ്വാസത്തിൽ. ഈ നിമിഷം അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. കഴിഞ്ഞുപോയ സങ്കടങ്ങളിലേക്കോ നഷ്ടങ്ങളിലേക്കോ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാതെ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാതെ ഈ നിമിഷത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഈ നിമിഷത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ പലരും ഈ നിമിഷത്തിൽ ജീവിക്കാൻ മറന്നു പോകുന്നു. നമ്മുടെ സന്തോഷങ്ങളെ മനസ്സിലാക്കാൻ മറന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ വിട്ടുപോകുന്ന പല സന്തോഷങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനോടുകൂടി അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചുകൊണ്ട് ഈ നിമിഷത്തിലെ സന്തോഷത്തെ കണ്ടെത്താൻ സാധിക്കും. പൂർണ്ണമായ മനസ്സോടുകൂടി ശരീരം എവിടെ ഇരിക്കുന്നോ അതേ അവസ്ഥയിൽ തന്നെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സും ശരീരവും ഒരേ അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു പ്രോസസ്സാണ് മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശ്രദ്ധയോടുകൂടി, അതും പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി. ചെറിയ ശ്രദ്ധയൊന്നും പോരാ, മൊത്തത്തിൽ പൂർണ്ണമായ ഒരു ശ്രദ്ധ നമ്മൾക്ക് അതിന് അനിവാര്യമാണ്. അപ്പൊ അത് പതുക്കെ അതിന് ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്
പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 3 പ്രാവശ്യം ദീർഘനിശ്വാസം എടുത്ത് ബോഡി ഒന്ന് വാമപ്പ് ചെയ്തതിനു ശേഷം നമ്മുടെ ശ്വാസത്തിൽ, സഹജമായി ഉണ്ടാകുന്ന ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. ആ സഹജമായ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ പല തരത്തിൽ നമ്മളെ പല വഴികളിലൂടെ കൊണ്ടുപോകും. മനസ്സിനെ നിർബന്ധിച്ച് ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ ചിന്തകൾ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തകളെ നിരീക്ഷിക്കുക. ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ, ഒരു സാക്ഷിയെ പോലെ നമ്മൾ അവയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കാതെ ഒരിടത്ത് അടങ്ങിയിരിക്കാനുള്ള ശ്രമം തുടരും. പതുക്കെ പതുക്കെ ഒരു 21 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന്റെ എനർജി ലെവൽ ഹൈ ആകുകയും നമ്മുടെ മനസ്സും ശരീരവും ഒരേ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യും. അവിടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളില്ല, കഴിഞ്ഞുപോയ നഷ്ടങ്ങളെക്കുറിച്ചുള്ള വേദനകളില്ല. ഈ അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം വെറുതെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇതേ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പേര്, മൈൻഡ്ഫുൾനെസ് എന്നൊരു പേര് വരുമ്പോഴാണ് ഇത് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ധ്യാനം ചെയ്യുന്നുണ്ട്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എനിക്ക് അറിയില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ കൂടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ കൂട്ടുപിടിക്കാൻ, നമ്മൾ ഇരിക്കുന്ന ആ ഒരു മെഡിറ്റേഷൻ സമയത്ത് നമ്മുടെ ചിന്തകൾ നമുക്ക് കൂട്ടായിട്ട് വരണം. അത്തരത്തിൽ നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന നിമിഷത്തിൽ, ഈ നിമിഷത്തിൽ ജീവിച്ചു തുടങ്ങും നമ്മൾ ഈ നിമിഷത്തിൽ ജീവിച്ചു തുടങ്ങുന്ന ആ നിമിഷം മുതൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആകാനുള്ള സാധ്യതകൾ കൂടുകയാണ്. കാരണം നമ്മളോട് തെറ്റ് ചെയ്തവരോടൊക്കെ നമ്മൾ ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഫൊർഗീവ് ചെയ്യാൻ പഠിക്കും. സ്നേഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. എല്ലാ സഹജീവികളെയും സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. കരുണയുള്ളവരായിട്ട് മാറും. ഇതും മൈൻഡ്ഫുൾനെസിന്റെ ഭാഗമാണ്. വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, കരുണയുള്ള ഹൃദയത്തിന് ഉടമകളാകുക. കരുണയില്ലാത്ത ഒരു ഹൃദയത്തിന് ഒരു കാരണവശാലും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കരുണയുള്ളവരായിട്ട് മാറണം, സ്നേഹമുള്ളവരായിട്ട് മാറണം. നമ്മളൊരു കൊച്ചു കുഞ്ഞൊരു കുസൃതി കാണിക്കുന്നു, അവനോട് പോയിട്ട് നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അവൻ അനുസരിക്കില്ല. മറിച്ച് സ്നേഹത്തോടു കൂടി അവനിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾക്കൊപ്പം ആ കുട്ടി വരും. അപ്പൊ അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സും, അല്ലെ? മനസ്സ് ഒരു കുഞ്ഞാണെന്ന് വിചാരിച്ചു കൊള്ളുക. ആ കുഞ്ഞിന് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, അല്ലെ? നമ്മൾ തന്നെ ശീലിപ്പിച്ചു കൊടുത്ത ഒരുപാട് ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾക്കൊപ്പം അത് സഞ്ചരിക്കുകയാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തി നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ തിടുക്കത്തിൽ ഓടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരോടുള്ള വൈരാഗ്യം നമ്മുടെ മനസ്സിൽ, കഴിഞ്ഞുപോയ ആ നിമിഷത്തിലെ വൈരാഗ്യത്തിൽ നമ്മളെ നിർത്തിക്കൊണ്ടു പോകാൻ നമ്മുടെ മനസ്സിന് സാധിക്കും. പക്ഷെ നമ്മൾ കഴിഞ്ഞുപോയ ദുഃഖങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ കഴിഞ്ഞുപോയ സന്തോഷങ്ങൾ മനസ്സിൽ ഓർത്ത് അതേ ഫീലിങ്സ് കൊടുത്ത് ആ സന്തോഷത്തെ ഓർക്കുന്ന എത്ര പേരുണ്ടാകും, അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് സന്തോഷങ്ങൾ തന്നെയാണ്. നമ്മളിത് മനസ്സിലാക്കുന്നില്ല. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെയും ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് സന്തോഷങ്ങൾ തന്നെയാണ്. എൻ്റെ എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലും ഞാൻ എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ ദുഃഖങ്ങൾ മാത്രം ഓർക്കുന്നവരായിട്ട് മാറുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാന കാര്യം, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല ആഹാരം കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് നന്ദിയില്ല. നമ്മളൊരു യാത്ര പോയിട്ടുണ്ടാവും, ആ യാത്രയിൽ ഉണ്ടായിട്ടുള്ള നല്ല ഓർമ്മകളെ കുറിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ അതേ യാത്രയിൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നിസാര വാക്കിന്റെ പേരിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന ആ നിമിഷം കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഈ നിമിഷം ഓർക്കുമ്പോൾ നമുക്ക് വിഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് വിട്ടുകൊടുക്കാനുള്ള മനസ്സ്, പൂർണ്ണമായി എല്ലാത്തിനെയും അംഗീകരിക്കാനുള്ള മനസ്സ്, കരുണയുള്ള ഹൃദയം, ഇതെല്ലാം നിങ്ങൾ നേടിയെടുക്കണം.
ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാത്തിലും ഒരു പൂർണ്ണത വരുത്തുക. ശ്രദ്ധയോട് കൂടി ഒരു പൂർണ്ണത നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും എല്ലാം വരുത്തി നമ്മൾ സഹജമായ ശ്വാസത്തോടൊപ്പം യാത്ര തുടങ്ങുക. ആ യാത്ര നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നന്മയുള്ള വഴികളിലൂടെ ആയിരിക്കും. ആരോഗ്യമുള്ള ശരീരത്തിന് ഉടമകളായിട്ടായിരിക്കും. നന്മയുള്ള ആരോഗ്യമുള്ള മനസ്സും ശരീരവുമുള്ള വ്യക്തിത്വങ്ങളായിട്ട് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. ഇന്ന് ഇത്തരം ഒരു ചിന്തയോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. എന്റെ 2 വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. ശനിയാഴ്ചയും ഞായറാഴ്ചയും നൈറ്റ് 8 to 9 ഫ്രീ ക്ലാസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഹീലിംഗിന്റെ നമ്പറും കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.